കർക്കിടകവും രാമനും രാമായണവും കാണ്ഡങ്ങളും. അതായത് ഇപ്പം നമ്മൾ ഭഗവത്ഗീത നോക്കുന്ന സമയത്ത് 700 ശ്ലോകങ്ങൾ. അപ്പോൾ പലർക്കും പല ശ്ലോകങ്ങളും വളരെ ഫെമിലിയറാണ്. അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ശ്ലോകങ്ങളല്ല നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതിനകത്ത് എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരും. ഒരു ക്യാപ്സ്യൂളാണ്. പക്ഷെ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസാഗരം. നമ്മൾ അറിയാൻ അങ്ങോട്ട് ശ്രമിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് എത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാണ്ഡം നമുക്കറിയാം പറ്റുമായിരിക്കും, പൂർണ്ണമായിട്ടല്ലെങ്കിലും എവിടെയൊക്കെ കേട്ടുപോകും. പക്ഷേ എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല ടീച്ചറിലേക്ക് വരുന്ന വേറെ കാണ്ഡമായിരിക്കും. ഇപ്പം നമ്മുടെ ഫാമിലി നോക്കിയാൽ മനസ്സിലാവും, ഓരോ ആൾക്കാർക്കും ഓരോ കാണ്ഡത്തിൻ്റെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഈ പറയുന്ന 7 കാണ്ഡങ്ങൾ എന്ന് പറയുന്ന ബാലകാണ്ഡത്തിൽ തുടങ്ങി ആരണ്യകാണ്ഡം, അയോധ്യാകാണ്ഡം, പിന്നെ സുന്ദരകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, ഉത്തരകാണ്ഡം, ഇങ്ങനെ വന്ന് അവസാനിക്കുന്ന സമയങ്ങളിൽ ഈ എന്തുകൊണ്ടാണ് എല്ലാ കാണ്ഡങ്ങളിലേക്കും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തത്? ഇതിനൊന്ന് പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമോ ടീച്ചറെ? അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ ഒരു രാമായണത്തിൻ്റെ ശ്ലോകം കേട്ടുകൊണ്ട് തുടങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വളരെ രാമായണത്തിൻ്റെ പ്രഥമ ശ്ലോകം എന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്ന ശ്ലോകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശരി ശരി. അത് കഴിഞ്ഞിട്ട് ചൊല്ലിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരിക്കാം. ഭഗവാനെ, മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യക്രൗഞ്ചമിഥുനാദേകമവധീ കാമമോഹിതം. ഇതാണ് വാൽമീകി രാമായണത്തിൻ്റെ പ്രഥമ ശ്ലോകം എന്ന് പൊതുവെ പറഞ്ഞു വരാറ്. പക്ഷേ പ്രഥമ ശ്ലോകം ഇതല്ല, കഥയിലേക്ക് കടക്കുന്നതിൻ്റെ ആദ്യപടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ശ്ലോകത്തിനെ പറയാം. ഇത് ആ കഥാസന്ദർഭത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇതാണ് പ്രഥമ ശ്ലോകം എന്ന രീതിയിൽ പ്രചരിച്ചു വന്നതാണ്. വാൽമീകി രാമായണം സംസ്കൃതത്തിലുള്ളത്. ഇത് സംസ്കൃതത്തിലാണ് എന്ന് പറയുമ്പോൾ ഇതിനിങ്ങനെ അതികഠിനമായിട്ടുള്ള പദങ്ങളാണ് എന്നൊന്നും ധരിക്കരുത്. അത് വായിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുക. അതിൽ ഭൂരിപക്ഷവും നമ്മൾ മലയാളത്തിൽ പ്രയോഗിച്ച് തഴക്കം വന്ന പദങ്ങളാണ്. അത് മലയാള അക്ഷരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്, സംസ്കൃതാക്ഷരത്തിലല്ല. അപ്പോൾ അത് ഞാൻ പറയാം, കുറേ രാമായണം നിരന്തരം പ്രതിവർഷവും വായിക്കുന്ന അല്ലെങ്കിൽ നിത്യം വായിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഈ ഒരു കർക്കിടക മാസം മാത്രമാണ് രാമായണം വായിക്കുക, ആ കർക്കിടക മാസത്തിലേ വായിക്കാവൂ എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ഒന്നുമല്ല, പ്രതിദിനം രാമായണത്തോടു കൂടി ദിവസം ആരംഭിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ ധാരാളം പേരുണ്ട്. അത് പറഞ്ഞു നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വായിച്ച് തഴക്കം വന്ന ആളുകളെ സംബന്ധിച്ച് പ്രതിദിനം വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ 3-4 വർഷമായിട്ട് കർക്കിടക മാസത്തിൽ മാത്രം രാമായണം വായിക്കുന്ന ആളുകൾക്കും ഇനി പുതിയൊരു സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഈ വാൽമീകി രാമായണം ഒന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമുക്ക് പുറകെ പറയാം. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എല്ലാ കാണ്ഡങ്ങളും എല്ലാവരിലേക്കും എത്താത്തത് എന്നുള്ളതാണ്. നമ്മൾ രാമായണത്തെ നമ്മൾ സമീപിച്ചാലും ഇല്ലെങ്കിലും വായിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ഏതാണ്ട് എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ഭാരതത്തിൽ ജനിച്ച് വളർന്നവരാണോ, അത് അറിഞ്ഞും അറിയാതെയും പഴഞ്ചൊല്ലിൻ്റെ രൂപത്തിലും മറ്റ് പല കഥകൾ നമ്മൾ ഒരാളെ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ അവൻ രാമനെ പോലെയല്ലേ എന്ന് പറയുമ്പോൾ അതൊരു ഉഗ്രൻ രാവണനാണ് കേട്ടോ എന്ന് അതിബുദ്ധിശാലികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ നമ്മളുടെ പ്രതിദിനമുള്ള സംഭാഷണങ്ങളിൽ തന്നെ ഈ രാമായണം കടന്നു വരുന്നുണ്ട്. ഭാരതം ഭാരതം തന്നെയാണ് രാമായണം എന്നാണ് പറയേണ്ടത്. നമ്മുടെ ദേശം എന്താണോ അതാണ് രാമായണം. അപ്പോൾ ഇതിനെ അങ്ങോട്ട് സമീപിക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം കുറേ കൂടി എനിക്കിതിൻ്റെ തത്വങ്ങളെ അറിയണം, എനിക്കിതിൻ്റെ കഥകളെ അറിയണം, ഇതിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിക്കണം. അതല്ലെങ്കിൽ രാവണനോടുള്ള ആകർഷകത്വം കൊണ്ട്, അല്ലെങ്കിൽ രാവണൻ ഒരു ഹീറോയാണെന്ന് വിചാരിച്ചിട്ട് രാമായണം വായിക്കുന്നവരുണ്ട്. രാമനെ മാത്രമല്ല രാവണനെ ഹീറോ ആക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ നമ്മുടെ ഇടയിൽ. അതേപോലെ തന്നെ ഇപ്പം അഹല്യ ആരാണ്, അഹല്യ എന്താണ് എന്നൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കുട്ടികളോടൊക്കെ ഇപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഡ്രമാറ്റിക്കലായിട്ടാണ് നമുക്ക് തോന്നുക. അഹല്യെ കല്ലാക്കി മാറ്റി, കല്ല് വീണ്ടും ഒരു മനുഷ്യ സ്ത്രീയായി മാറി, 1000 ആണ്ട് തപസ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്ന
കേൾക്കുന്നത് അതിശയോക്തികരമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഇടയിലുണ്ട്, ഈ കഥകളെല്ലാം നമ്മളുടെ ഇടയിലുണ്ട്. അതേ സമയത്ത് ഇതിനെ ഒരു 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 തുടക്കം, അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ വായിച്ച്, അല്ലെങ്കിൽ ആ തുടർച്ച എന്താണ് എന്ന് മനസ്സിലാക്കാൻ, ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ, ഇതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ജന്മം എന്താണ് ഇതിൻ്റെ ഹേതു എന്താണ്? ഈ ഭൂമിയിൽ ഇങ്ങനെ ഞാൻ വന്ന് പിറക്കാൻ, ഈ അച്ഛനും അമ്മയ്ക്കും ഞാൻ വന്ന് ജനിക്കാനായിട്ട്, ഈ ദേശത്ത്, ഈ സഹോദരങ്ങൾക്കിടയിൽ, ഈ സുഹൃത്തുക്കളുടെ ഇടയിൽ, ഈ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ എന്തുകൊണ്ട് ജനിച്ചു, എന്തിനു വേണ്ടി ജനിച്ചു? ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നാണോ രാമായണത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു തുടങ്ങുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എന്താകണം, ഇങ്ങനെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ സമീപിക്കുമ്പോഴാണ് കൂടുതലായിട്ട് രാമായണത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. രാമായണത്തെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അവനവൻ ആര് എന്ത് ഇതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ഈശ്വര തത്വം എന്താണ്? ഈശ്വര തത്വവും അവനവൻ്റെ തത്വവും ആത്മതത്വവും, ഈശ്വര തത്വവും ആത്മതത്വവും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താൻ ഈ രാമായണം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, വേദങ്ങളാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമായിട്ടുള്ളത്. നമ്മളിങ്ങനെ പറയാറുണ്ട്, വേദങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കായാലും യുവാക്കൾ ഇന്നത്തെ ഒരു തലമുറയെ സംബന്ധിച്ച് അത് കുറേ മന്ത്രങ്ങൾ, ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, പൂജകൾക്ക് യാഗങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ മാത്രമാണ്. അതിപ്പം പിന്നെ അയലോക്കത്തുകാരനോട് വിരോധം ഉണ്ടെങ്കിൽ ശത്രുസംഹാരത്തിന് വേണ്ടിയിട്ടാണ്, ഒരാളെ വശീകരിക്കണം എന്നുണ്ടെങ്കിൽ ആകർഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു രോഗം വന്നാലുള്ള ഒരു മൃത്യുഞ്ജയ മന്ത്രമാണ്. ഇങ്ങനെ അതിനെ എന്താ പറയുക, വളരെ ലഘുവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. അങ്ങനെയല്ല, ഈ വേദത്തിൻ്റെ ഓരോ മന്ത്രം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഇപ്പം സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരേ പദങ്ങൾക്ക് തന്നെ പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ പല രീതിയിലാണ് അതിനർത്ഥം പറയുക. തോന്നിയാസം പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ആ സംസ്കൃത പദമല്ലേ, അതിനിങ്ങനെ അർത്ഥം പറയാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ മാതിരി പറയരുത്. അതിൻ്റെ ഓരോ പദത്തിനും ഉത്ഭവമുണ്ട്. എങ്ങനെയാണ് ഇന്ന ധാതുവിന് ഇന്ന ലകാരത്തിൽ, അല്ലെങ്കിൽ ഇന്ന പുരുഷൻ സ്ത്രീലിംഗം പുല്ലിംഗം, ഇങ്ങനെ ഓരോ പ്രയോഗങ്ങൾക്കും ഓരോ അർത്ഥമാണുള്ളത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് ഈ വേദങ്ങളുടെ മന്ത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംരക്ഷിച്ചു വച്ചിരിക്കുന്ന അറിവിനെ നമുക്കിങ്ങോട്ട് എടുക്കാൻ പറ്റുക. ആ ധാരണ ഇല്ലാതെ വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അറിയുന്ന ഒരാൾക്കാണ് ഇത് കേവലം ഈശ്വരാർച്ചനയ്ക്ക് മാത്രമുള്ള മന്ത്രങ്ങളായിട്ട് അതിനെ ഇങ്ങനെ ചുരുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതല്ല, അതാണ് അറിവിൻ്റെ ഒരു നിധിയാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിധിയൊന്നും ആരും ഇങ്ങനെ അവിടെയും ഇവിടെയും നിക്ഷേപിച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ അലസമായിട്ടിട്ട് പോവില്ല. നിധി അത്രയ്ക്ക് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നിധി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ വല്ല നിധിശേഖരമൊക്കെ എപ്പോഴാണ് കണ്ടെത്തുക? ഒരു ഭൂമി ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ പഴകിയ ഒരു കെട്ടിടം പൊളിച്ച് ഒരു കാരണവശാലും പൊളിക്കരുത് എന്ന് അവിടെ കൈവയ്ക്കരുത്, അതിനകത്ത് പ്രവേശിക്കരുത്, ചില നിലവറകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാരണവന്മാരിങ്ങനെ നിഷ്കർഷയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകരുത്, പ്രവേശിക്കരുത്, കുളിച്ച് ശുദ്ധമായിട്ട് വേണമെങ്കിൽ രാവിലത്തെ സമയം ആ ഭഗവതിയെ തൊഴാൻ മാത്രമേ പ്രവേശിക്കാവൂ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്താണ് നിധിശേഖരം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊന്നും എളുപ്പത്തിൽ ലഭിക്കുന്ന രീതിയിലല്ല. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അർഹതയില്ലാത്ത കൈകളിലേക്ക് എത്താൻ പാടില്ല. അതിനുവേണ്ടിയാണ് അത്രയ്ക്ക് സംരക്ഷിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.